രാജ്യത്തിന്റെ തലയ്ക്കുമിത് അപകടകരമാം വിധം വർഗീയത നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെ മാനവികതയുടെ മതനിരപേക്ഷതയുടെ സന്ദേശം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏത് സിലബസും പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. പുന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെയും സ്കൂൾ വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പലതും 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഓരോ ശരീരാണുവിലും മതത്തിന്റെ എല്ലാ നിറവ്യത്യാസങ്ങളും മറന്നുകൊണ്ട് മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയ്ക്കായി അവരെ പ്രാപ്തമാക്കുക എന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനേക്കാൾ ഉപരിയായി എല്ലാം സംസാരിക്കാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ LP സ്കൂളിലെ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ ഓരോ ശരീരാണുവിലും ഉണ്ടാകേണ്ടത് ഈ സ്കൂളിന് വേണ്ടി ഭൂമി തന്നെയാണ്. ഈ സ്കൂൾ പണിയുമ്പോൾ ഒരു സ്ഥാപനം, ഒരു ആരാധനാലയം മുഴുവൻ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവർ, തങ്ങളുടെ അമ്പലനട ഇനി മുതൽ ഈ സ്കൂളിന്റെ പണി തീരും വരെ അതിന്റെ സാമഗ്രികൾ ഇറക്കി വെക്കാനുള്ള ഇടമാണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ ലോകത്തിന്റെ മുമ്പിൽ മലയാളി അവതരിപ്പിക്കുന്ന മതനിരപേക്ഷതയുടെ അടയാള വാക്കായി പുന്നയൂർ LP സ്കൂൾ കാലങ്ങളോളം നമ്മുടെ മനസ്സുകളിൽ. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ് തുടങ്ങി വാർഡംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്ത ചടങ്ങിൽ സ്കൂൾ നിർമ്മാണ കാലയളവിൽ സൗജന്യമായി പുന്നയൂർ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ അവസരമൊരുക്കിയ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് സൈനുദ്ദീൻ ഹാജിയെയും നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കുവാനിടം നൽകിയ കുമരങ്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സെക്രട്ടറി CP രാജനെയും കരാറുകാരൻ മുഹമ്മദ് മുത്തു ഇബ്രാഹിം എന്നിവരെയും ആദരിച്ചു. തുടർന്ന് സ്കൂൾ വാർഷികാഘോഷ ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് സുധീർ ഇച്ചിത്തറയിൽ, പുന്നയൂർ പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ, പുന്നയൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK പ്രഭാവതി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജുഷ റിപ്പോർട്ട് അവതരണം നടത്തി. ഗുരുവായൂർ MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 99.5 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയാണ് 10 മാസം കാലാവധിയോടുകൂടി 2554 സ്ക്വയർ ഫീറ്റിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 ക്ലാസ് മുറികളും ഓഫീസ് റൂം, ടോയ്ലറ്റ്, വരാന്ത, സ്റ്റെയർകേസ് റൂം ഉൾക്കൊള്ളിച്ച് RCC ഫ്രെയിംഡ് സ്ട്രക്ചറായാണ് നിർമ്മാണം പ്രാവർത്തികമാക്കിയത്. ഇതിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിനായി സംസ്ഥാന ബജറ്റിൽ 1 കോടി അനുവദിച്ചിട്ടുണ്ട്. 3 ക്ലാസ് മുറികളോടുകൂടി 2ാം നിലയിലെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും.